ഇന്നത്തെ വീഡിയോ തുടങ്ങുന്ന 2 ദിവസം മുന്നത്തെ വീഡിയോയിലാണ് കേട്ടോ. കാരണം ഞങ്ങൾ പറഞ്ഞിരുന്നില്ലേ വീട്ടിൽ പപ്പായ മരം ഉണ്ടെന്ന്. അന്നേരം ഞങ്ങൾ മരത്തിൽ നോക്കിയപ്പോൾ നല്ല മഞ്ഞ കളറായി 2 പപ്പായ നിൽക്കുന്നു. ഏകദേശം പഴുത്ത് വന്ന പപ്പായാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളത് പറിച്ച് വെക്കാമെന്ന് തോന്നി. കാരണം ഇല്ലെങ്കിൽ കിളികൾ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടൂല. ഈ സമയം താഴെ നിന്നിട്ട് ചിന്നപ്പൻ ഇങ്ങനെ അത് നോക്കി കളിക്കുന്നുണ്ട്. പിന്നെ രാവിലെ തന്നെ കുറച്ച് നെത്തോലിയും കിട്ടിയിരുന്നു. അന്നാൽ രാവിലെ അത് ക്ലീൻ ചെയ്തിട്ട് മസാല പിടിക്കാനായിട്ട് കൊഞ്ചിങ്ങനെ പെരക്കി വെച്ചിട്ടാണുള്ളത്. കൊഞ്ച് കറി വയ്ക്കാമെന്നാണ് ഉദ്ദേശം. പിന്നെ നെത്തോലിയും പെരക്കി വെച്ചു. നെത്തോലിയെല്ലാം പെരക്കി വെച്ച ശേഷം നമ്മൾ അന്ന് പറിച്ചു വെച്ച പപ്പായ നല്ലോണം പഴുത്തിരിക്കുകയാണ് കേട്ടോ. അന്നേരം അത് വെട്ടി എല്ലാവരും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പപ്പായ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ലോണം പഴുത്തിട്ടുണ്ട്, നല്ല മധുരവും ഉണ്ട്. അങ്ങനെ പപ്പായ എല്ലാം കൂടെ വെട്ടി വെച്ചപ്പോഴത്തേക്ക് ചിന്നപ്പനുമായിട്ട് കുറച്ച് നേരം കളിച്ചു ആ പപ്പായ കൊണ്ട്. അതിനുശേഷം ഇങ്ങനെ പപ്പായ പ്ലേറ്റിലാക്കി എല്ലാവർക്കും കൊടുക്കാനായി എടുത്തു വെച്ചു. അപ്പോൾ ചിന്നപ്പൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വന്ന് ഇരിപ്പുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം ചിന്നപ്പൻ ഇങ്ങനെ എടുത്ത് വായിലൊക്കെ വെച്ച് നോക്കി. ആശാന് കുറച്ച് ഇഷ്ടപ്പെട്ട് ആശാൻ ഇങ്ങനെ കഴിക്കലും തുടങ്ങി. നല്ല മധുരമുള്ള പപ്പായ ആയതുകൊണ്ട് കേട്ടോ ചിന്നപ്പൻ ഇത്ര ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ് നേരെ പോയി നമ്മൾ മീൻ വറുക്കാൻ വേണ്ടി വയ്ക്കാനാണ് പോയത്. നെത്തോലി പാനിലേക്ക് എണ്ണയിലിട്ടു. അന്നേരം നെത്തോലി പൊരിച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇന്നപ്പൻ എവിടെ പോയാലും നെത്തോലി വേണം എന്ന് പറയും. എന്ത് മീൻ വാങ്ങിച്ചാലും അവന് മതിയാവില്ല. നെത്തോലി കിട്ടിയാൽ അവനത് മതി. അത് മാത്രം ഉപയോഗിച്ച് അവൻ ചോറിനും. അങ്ങനെ അതൊരടുപ്പിലാവുന്നു. മറ്റൊരു അടുപ്പിൽ വറുത്തരച്ച കൊഞ്ചേറിയാണ് കേട്ടോ. വറുത്തരച്ച കൊഞ്ചേറി വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നെത്തോലിയൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നു. ഈ സമയത്ത് തന്നെ മറ്റൊരു അടുപ്പിൽ നമ്മളെ വറുത്തരച്ച കൊഞ്ച് കറി സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വെന്ത് നല്ല പരുവായിട്ട് വന്ന്. ഈ വറുത്തരച്ചാകുമ്പോൾ നല്ല മണമാണ് കേട്ടോ വേകുമ്പോൾ. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ നല്ല ചോറും ഇട്ട് നല്ല കുറേ നെത്തോലി ഫ്രൈയും എടുത്ത്. എല്ലാവർക്കും തോനെയും നെത്തോലി ഫ്രൈ വേണം കേട്ടോ. വീട്ടിൽ നെത്തോലി ഇഷ്ടമായതുകൊണ്ട് നെത്തോലി ഫ്രൈ എടുത്ത്. പിന്നെ പയറ് തോരനുണ്ടായിരുന്നു, പയറ് തോരനെടുത്തു. വെജായിട്ടുണ്ടായിരുന്ന പയറ് തോരനെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വറുത്തരച്ച കൊഞ്ച് കറിയും കൂട്ടി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു കേട്ടോ. ഇപ്പോഴും പറയുമ്പോൾ വായിലിങ്ങനെ കപ്പലോടുന്നുണ്ട്. അത്രയ്ക്ക് നല്ല ഭക്ഷണമായിരുന്നു. കൊഞ്ചുകറിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാം.